മഞ്ഞപ്പുഴ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി BS6 മോഡലാണ്. അത് നമ്മൾ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്, സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്ക് അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബാക്കിൽ ബ്രേക്സ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാക്കിൽ ബ്രേക്സ് നമുക്കത് മാറ്റാതായിട്ടുണ്ട് കേട്ടോ. മാക്സിമം അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടുണ്ട്. ബാക്കിൽ ബ്രേക്സ് നമുക്കത് മാറ്റാതായിട്ടുണ്ട്. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗത്തൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്യാം. എൻ്റെ ഓട്ടോ ക്ലച്ച് ഉണ്ടായത് നിലയിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. എല്ലാം വർക്കിങ് കറക്റ്റാണ്. നമുക്കൊന്ന് അഴിച്ച് ഗീസ് ചെയ്തെടുത്താൽ മതി. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതിൻ്റെ വേരിയേറ്റ് ബോഡി ആയാലും റോളർ വെയിറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതിൻ്റെ ബെൽറ്റ് ആയാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല കേട്ടോ. ബെൽറ്റ് നല്ല ബെൽറ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നമുക്ക് അത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അടുത്ത സർവീസിന് നമുക്ക് എയർ ഫിൽറ്ററും അതുപോലെ അതിൻ്റെ പ്ലഗും കൂടി നമുക്ക് ഒരുമിച്ച് മാറ്റിയാൽ മതി. മാറ്റുമ്പോൾ നമുക്ക് ഒരുമിച്ചാണ് രണ്ട് മാറ്റേണ്ട. എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റേണ്ടത്. പിന്നെ അതുപോലെ വേറൊരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ വണ്ടി റണ്ണിങ്ങിൽ നല്ല ജർക്കിങ് ഒക്കെ ഉണ്ടായിരുന്നു. ബാക്ക് സൈഡ് നല്ല ജർക്കിങ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഈ സെൻറ്റർ സ്റ്റാൻഡിൻ്റെ പിന്നിൽ അതൊന്ന് അയച്ച് ഗീസ് ചേർക്കും. പിന്നെ അതുപോലെ വണ്ടി ഗട്ടറൊക്കെ ചാടുമ്പോൾ നല്ല തെറുപ്പുണ്ടായിരുന്നു ബാക്കിൽ. അല്ല, അത് ഈ ഷോക്കപ്പിൻ്റെ കംപ്ലൈൻറ്റാണ്. ബാക്ക് റിയർ ഷോക്കപ്പിൻ്റെ കംപ്ലൈൻറ്റാണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ലീക്കും ഉണ്ട്. അത് മാറ്റിക്കഴിഞ്ഞാലാണ് ആ തെറുപ്പ് മാറുള്ളൂ. അപ്പോൾ അത് ശരിക്കും നമുക്കത് മാറ്റാറായിട്ടുണ്ട് ബാക്കിലെ ഷോക്കപ്പ്. പിന്നെ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അതേപോലെ അതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് വണ്ടി വന്നപ്പോൾ എക്സോട്ടിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ സെൽഫും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. എന്നാലും നമ്മൾ ആ ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോയെന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ബാറ്ററി അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 13 ആ റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഡാമേജ് ഉണ്ടോ നോക്കുമ്പോൾ ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ കാണിക്കരുത്. ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. നിലവിലിപ്പോൾ വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് നമുക്ക് ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. ഞാൻ ബാക്ക് വീൽ അയച്ചുകൊണ്ടപ്പോൾ ഫ്രണ്ട് അയക്കാത്തത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. പിന്നെ വേറെ അങ്ങനെ പറയത്തേക്ക് വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. സർവീസിൻ്റെതായ ഭാഗങ്ങൾ ഇപ്പോൾ ചെക്ക് ചെയ്യാൻ തന്നെയുള്ളൂ. വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. മെയിനായിട്ട് നമുക്ക് മാറ്റേണ്ടത് അതിൻ്റെ ബാക്കിലെ ബ്രേക്സും പിന്നെ റിയർ ഷോക്കപ്പും അതാണ് മെയിനായിട്ട് നമുക്ക് മാറ്റേണ്ടത്. അതുപോലെ എഞ്ചിൻ ഓയിൽ. അപ്പോൾ ഞാൻ അത് അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. ബാക്കിലെ ഷോക്കപ്പ് അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി.